ടൈറ്റാനിക്കിന്റെ കഥകൾ കേട്ട് അത്ഭുതം കൂറാൻ മാത്രം സാധിച്ചൊരു തലമുറയിൽപ്പെട്ടവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ളൊരു കപ്പൽ കാണാൻ സാധിച്ചെങ്കിലോ എന്ന്, അല്ലെങ്കിൽ ഇനിയൊരു ടൈറ്റാൻ ഉണ്ടാകുമോ എന്ന് ഇങ്ങനെയൊക്കെ ചിന്തിച്ചവർ അവർക്കൊക്കെ ഒരു മറുപടി കിട്ടുകയാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ് കന്നി യാത്രയിൽ കടലിൽ മറഞ്ഞ ടൈറ്റാനിക്കിന് പുനർജന്മമാവുകയാണ്. ഓസ്ട്രേലിയൻ ഖനി വ്യവസായി ക്ലൈവ് പാൽമറുടെ ബ്ലൂ സ്റ്റാർ ലൈൻ കമ്പനിയാണ് പഴയ ടൈറ്റാനിക്കിന്റെ അതേ മാതൃകയിൽ പുതിയത് പണിയാൻ ഒരുങ്ങുന്നത്. ടൈറ്റാനിക് 2 രൂപരേഖ പാൽമർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. ആദ്യ ടൈറ്റാനിക്കിലെ അതുപോലെ തന്നെയാകും കപ്പലിന്റെ ഉൾഭാഗം. 9 നിലകൾ, 2435 യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ, 1912 മുങ്ങിപ്പോയ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള പടിക്കെട്ട്, ഇതൊക്കെ ടൈറ്റാനിക് 2 ഉണ്ടാകും. പഴമയുടെ തനിമയും 21-ാം നൂറ്റാണ്ടിന്റെ സുരക്ഷാ സംവിധാനവും ഒക്കെ കോർത്തിണക്കിയ കപ്പലാകും ഇത് എന്നാണ് പാൽമർ പറയുന്നത്. അടുത്ത വർഷം പണി തുടങ്ങും. അക്കൊല്ലം ജൂണിൽ ടൈറ്റാനിക്കിന്റെ കന്നിയാത്രാ പാതയായ സതാംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ടൈറ്റാനിക് 2 ആദ്യ യാത്ര നടത്തും. 2012 പാൽമർ ടൈറ്റാനിക് 2 നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചത്. 2027 ജൂണിൽ പുതിയ ടൈറ്റാനിക് നീറ്റിലിറങ്ങുമെന്ന് ബ്ലൂ സ്റ്റാർ ലൈൻ വ്യക്തമാക്കി. അപ്രതീക്ഷിതമായി വന്നു ചേർന്ന പ്രതിബന്ധങ്ങൾ, അതിനെയൊക്കെ അതിജീവിച്ച് ടൈറ്റാനിക് 2 ജീവൻ നൽകാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നുവെന്ന് സന്തോഷത്തോടെ അറിയിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. തീർച്ചയായും ആദ്യത്തെ ടൈറ്റാനിക്കിനേക്കാൾ മഹത്തായ ഒരു കപ്പലായിരിക്കും ഇത് എന്ന് ക്ലൈവ് പാൽമർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കപ്പൽ നിർമ്മിക്കാനുള്ള ടെൻഡറുകൾ ക്ഷണിക്കുകയാണ് ഇപ്പോൾ ബ്ലൂ സ്റ്റാർ ലൈൻ കമ്പനി. 2025 ആദ്യത്തോടെ ടെൻഡർ നൽകി നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. 1912 ബ്രിട്ടനിലെ സതാംപ്ടണിൽ നിന്ന് യുഎസിലെ ന്യൂയോർക്കിലേക്ക് 2200 പേരുമായി പുറപ്പെട്ട ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ചു മുങ്ങിയത്. യാത്രക്കാരിൽ 1500-ലേറെ പേർ മരിച്ചു. കപ്പലിന്റെ കന്നിയാത്രയായിരുന്നു അത്. ഒട്ടേറെ ആഘോഷങ്ങളോടെയാണ് വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കപ്പൽ കമ്പനി ടൈറ്റാനിക്കിനെ നിർമ്മിച്ച് പുറത്തിറക്കിയത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ആഡംബര കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ടൈറ്റാനിക് ഒരിക്കലും തകരില്ല എന്നായിരുന്നു കമ്പനിയുടെ വാഗ്ദാനം. കപ്പൽ ഗതാഗതത്തിൽ തങ്ങളുടെ പ്രതിയോഗികളായ കുനാഡ് എന്ന കമ്പനിയുടെ വൻകിട കപ്പലുകളോട് കിടപിടിക്കാൻ ലക്ഷ്യമിട്ടാണ് വൈറ്റ് സ്റ്റാർ ലൈൻ ടൈറ്റാനിക് നിർമ്മിച്ചത്. വടക്കൻ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും വലിയ ശ്രദ്ധ നേടിയ ടൈറ്റാനിക്കിനെ പറ്റിയുള്ള വാർത്തകൾ അന്നത്തെ കാലത്തെ പത്രമാധ്യമങ്ങളുടെ പേജിൽ ഇടതടവില്ലാതെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ഇടവേളകളില്ലാതെയുള്ള നിർമ്മാണത്തിലൂടെയാണ് ടൈറ്റാനിക് യാഥാർത്ഥ്യമായത്. മെയ് 31 അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ നടന്ന ടൈറ്റാനിക്കിന്റെ നീറ്റിറക്ക് ചടങ്ങ് കാണാനായി 1 ലക്ഷത്തോളം ആളുകളാണ് തടിച്ചുകൂടിയത്. ഒടുവിൽ ലോകം കാത്തിരുന്ന ആ നിമിഷം താമസിയാതെ തന്നെ സമാഗമമായി. 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്ന് 2240 യാത്രക്കാരുമായി ടൈറ്റാനിക് കന്നിയാത്ര തുടങ്ങി. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ മുന്നോട്ട് നീങ്ങിയ കപ്പലിന്റെ ലക്ഷ്യം അമേരിക്കൻ നഗരമായ ന്യൂയോർക്ക് ആയിരുന്നു. എന്നാൽ വിധിയുടെ തീരുമാനം മറ്റൊന്നും. ഒരു ഭീമൻ മഞ്ഞുമല വടക്കൻ അറ്റ്ലാന്റിക്കിൽ കിടപ്പുണ്ടായിരുന്നു. ദുരന്തം തുടങ്ങുന്നതിന് മുൻപ് കപ്പലിലെ ഉദ്യോഗസ്ഥർ ഇത് കാണുകയും കപ്പലിലെ ഗതി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും ഫലപ്രദമായില്ല. അതൊരു കഥയായിട്ട് ഇങ്ങനെ അവശേഷിക്കെ ഇപ്പോൾ പുതിയ ഒരു പുനർജന്മം ടൈറ്റാനിക്കിന് ലഭിക്കുന്നു എന്നത് കപ്പൽ പ്രേമികൾ, കടൽ യാത്ര ഇഷ്ടപ്പെടുന്നവർ, ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ, അവരൊക്കെ വളരെ കൗതുകത്തോടെ കാത്തിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.